അജയന്റെ രണ്ടാം മോഷണം സത്യമായിട്ട് മനസ്സിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വളരെ പ്രെഡിക്റ്റബിളും ഫ്ലാറ്റും ആയിട്ട് പോകുന്ന ഒരു കഥ. പടത്തിന് നല്ലതെന്ന് പറയാൻ ഒരു ഹൈ മൊമെന്റ് പോലും ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ, ഞാൻ ഏറ്റവും കൂടുതൽ നോക്കുക ഒരു പടത്തിന്റെ കഥയായിരിക്കും. ഈ പടം ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണണമെന്ന് വിചാരിച്ചതേ അല്ല, എനിക്ക് കാണാൻ ഒരു മൈൻഡും ഇല്ലായിരുന്നതായിരുന്നു. പക്ഷെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ചുമ്മാ ARMന്റെ കുറെ ഇന്റർവ്യൂസും തെലുങ്ക് ഇന്റർവ്യൂസും ഒക്കെ കണ്ടു. അപ്പൊ അത് കണ്ട് ഭയങ്കര ഹൈപ്ഡപ്പ് ആയിട്ട് പോയതാണ്, കാവടി തുള്ളി പോയതാണ്. പക്ഷെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല ഇന്റർവ്യൂസ് മൊമെന്റ്സ് എനിക്ക് ഓർമ്മ വന്നു. ടോവിനോ അവിടെ ഒരുപാട് സ്പോയിലേഴ്സ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് ആ പടം കണ്ടപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഇവൻ തോ അത് പക്കാ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. പോരാത്തതിന് എന്താന്ന് വെച്ചാൽ ഒരു 3-4 കൊല്ലം ഒരു ഡയറക്ടർ ഇതിന്റെ പിറകെയൊക്കെ നടക്കാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അത് കണ്ടിട്ട് അവരുടെ ആ ഒരു എഫേർട്ടിനെ ഒന്ന് റെസ്പെക്ട് ചെയ്യണമെന്ന് എനിക്ക് ശരിക്കും ഉണ്ട്. അപ്പൊ അതിനുള്ള സ്റ്റഫ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഓഫ്കോഴ്സ് ആ ഒരു ഗ്രാൻഡർ സ്പെക്ടക്കിൾ എല്ലാം ഉണ്ട്, പക്ഷെ കഥാപരമായിട്ട് ഒന്നും അങ്ങനെ ഒരു സെറ്റ് ആവുന്നില്ല. വെറുതെ ഇപ്പോഴും പലരും മണീന്റെ ക്യാരക്ടറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിൽ 3 ക്യാരക്ടേഴ്സ് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ടോവിനോ സെറ്റ് ആക്കിയിട്ട് പെർഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. മണീനെ ഒരു കിടിലൻ ക്യാരക്ടറായിട്ട് കാണിക്കുന്നുണ്ട്. അജയനോട് നമ്മൾക്ക് കുറച്ച് ഒരു സോഫ്റ്റ് കോർണർ പോലെ തോന്നുന്ന ഒരു രീതിയിലുള്ള പടമാണ് പോകുന്നത്. പക്ഷെ ഇത് ഒരു തരത്തിലൊരു ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് പക്ക ഒരു ആവറേജ് ഫ്ലിക്കായിരുന്നു എനിക്ക്. പിന്നെ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ ഒരു പറഞ്ഞ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സാധനം വരുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും വന്നില്ല പടം കഴിഞ്ഞപ്പോഴേക്കും. പക്ഷെ പടം കഴിഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും പോസിറ്റീവാണ് പറയുന്നത്. എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി എനിക്ക് ഭ്രാന്തായതാണോ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവരുടെ പെർസ്പെക്റ്റീവ്, ഇതെന്റെ പെർസ്പെക്റ്റീവ്, അതങ്ങനെ എടുക്കുക. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഏത് പടം ഫസ്റ്റ് ഷോ കണ്ടാലും അതൊക്കെ ഊളയാവുന്നു. കിങ് ഓഫ് കൊത്ത, ബാന്ദ്ര, ഇപ്പൊ അജയന്റെ രണ്ടാം മോഷണം, ധൂമം,